ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവുമായ ചേന ഉലർത്തിയതാണ്. ബീഫ് ഫ്രൈയുടെ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. തയ്യാറാക്കുന്നത് പോലെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് ചേന ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചേന ഞാൻ കുക്കറിൽ വെച്ച് കുറച്ച് വെള്ളം വെച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയില്ല, ഇത് ഓഫായിപ്പോയി. ഇനി എങ്ങനെയാണ് നമുക്ക് ചേന ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ഉണക്കമുളക് പൊടിച്ചിട്ട് കൊടുക്കാം. ചേന നല്ല പാകത്തിന് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പച്ചമുളകും ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ ചേനയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ചേർക്കാം. ഉപ്പ് കൂടി പോകരുത്. ഞാൻ ചേന നല്ലപോലെ തൊലി കളഞ്ഞ് വളരെ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി നല്ല നിറം മാറി വരുന്നത് വരെ മൂപ്പിക്കണം. നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 2-3 വലിയ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം പുഴുങ്ങി ഒരു വേറെ പാത്രത്തിലോട്ട് കോരി വച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെയാണ് ചേന ഇട്ട് കൊടുക്കേണ്ടത്. നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ഒരുമാതിരി ഒന്ന് വെള്ളം ഇച്ചിരിയെങ്കിലും വെള്ളം ഉള്ളിലുണ്ടെങ്കിൽ അത് ഇതായി വരുന്നത് വരെ ഒന്ന് നല്ല വഴറ്റി കൊടുക്കണം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് മറക്കാതെ ഇടണേ, എന്നാലേ ബീഫ് ഫ്രൈയുടെ മണം രുചിയും വരുള്ളൂ. ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല ബീഫ് ഫ്രൈയുടെ തന്നെ നല്ല മണം വരുന്നുണ്ട്. ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ചേന ഇന്ന് മെഴുക്ക് പുരട്ടുന്നത്. ഇനി ഈ സമയം ഉപ്പും എരിവും എല്ലാം നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യാം. ചേന ഫ്രൈ ചെയ്തത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള ചേന ഫ്രൈ ആണിത്. അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതുമായ ചേന ഫ്രൈ അഥവാ ചേന ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സർവിങ് ബൗളിലോട്ട് ഇത് മാറ്റുക. ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും എല്ലാം വിതറി കൊടുക്കാം. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ. എത്ര ചോറ് വേണമെങ്കിലും കഴിച്ചു പോകും. നല്ല ടേസ്റ്റുള്ള ചേന ഫ്രൈ ആണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് എല്ലാം അറിയിക്കണേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണിത് ചേന ഫ്രൈ. നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.